പത്തനംതിട്ട തിരുവല്ലയിൽ യുവാവ് കുത്തേറ്റ് മരിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. തിരുവല്ല ഈസ്റ്റ് ഓതറ സ്വദേശിയായ മനോജാണ് മരിച്ചത്. ബന്ധുവും അയൽവാസിയുമായ രാജനെ പോലീസ് പിടികൂടി. ശ്രീരാജ് ബാബുവാണ് വിവരങ്ങളുമായി ചേർന്നത്. ശ്രീരാജ്, എന്താണ് സംഭവിച്ചത്? ഇരുവരും തമ്മിൽ ഏറെക്കാലമായി ചില സാമ്പത്തിക തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രിയും ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. തുടർന്നാണ് മനോജിനെ അയൽവാസിയും ബന്ധുവുമായ രാജൻ കുത്തുന്നത്. ഈ രാജന്റെയും മനോജിന്റെയും വീട് തൊട്ടടുത്തടുത്ത രണ്ട് വീടുകളാണ്. ഈ വീട്ടിൽ രാജന്റെ വീടിന് മുന്നിൽ വെച്ചായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ രാജനും ഈ കത്തിക്കുത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. പോലീസ് ഉടൻ തന്നെ ഈ രാജനെ പിടികൂടുകയും മെഡിക്കൽ കോളേജിലേക്ക് പരിക്ക് പറ്റിയതിനാൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു. ലൈഫ് പദ്ധതിയിൽ അനുവദിച്ച, അതായത് ഈ മനോജിന്റെ വീട് വെക്കുന്നതിന് വേണ്ടിയിട്ട് ലൈഫ് പദ്ധതിയിൽ അനുവദിച്ച പണവുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക തർക്കങ്ങളാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് നിലവിൽ പോലീസ് പറയുന്നത്. എന്തായാലും കൊലപാതകം നടന്നതിന് തൊട്ട് പിന്നാലെ തന്നെ പ്രതിയെ പോലീസ് പിടികൂടുകയുണ്ടായി. തിരുവല്ല പോലീസ് പിടികൂടുകയുണ്ടായി. പോലീസ് പിടിയിലായ രാജനെ തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയിൽ പോലീസ് കസ്റ്റഡിയിൽ തന്നെ മാറ്റുകയായിരുന്നു. സേതു. ശരി, ശ്രീരാജ് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.